മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഹിബിസ്കസ് വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇത് മിക്കവാറുമുള്ള വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിൽ ഞാൻ ഒരു പോട്ടഡ് പ്ലാന്റായിട്ട് ഈ ഒരു ചെമ്പരത്തിയെ വളർത്തിയിട്ടുണ്ട്. അതിലുണ്ടായ പൂക്കളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ സയൻറ്റിഫിക് നെയിം നിങ്ങൾക്കറിയാമല്ലോ, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. മാൽവേസിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റാണ് ഹിബിസ്കസ്. ഇതൊരു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതലായിട്ട് ഈ ചെടികൾ കണ്ടുവരുന്നത്. ഹിബിസ്കസിൻ്റെ ഫ്ലവേഴ്സ് വളരെ വലിപ്പമുള്ളതും നല്ല ഷോയി ഫ്ലവേഴ്സാണ്. അതും പല പല കളറുകളിലുള്ള ഹിബിസ്കസ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ളതും വലിപ്പമുള്ളതുമായ ഈ പൂക്കൾ നിൽക്കുന്ന ആ പ്ലാന്റിൻ്റെ ഇലകൾക്കാണെങ്കിലും അതുപോലെ ഭംഗിയുണ്ട്. നല്ല തിളക്കമുള്ളതും വലിപ്പമുള്ള ബ്രോഡ് ലീഫാണ് അതിനുള്ളത്. ഇനി ഈ ചെടി തന്നെ ആനുവലും പെറണിയൽ പ്ലാന്റ്സ് ഉണ്ട്. ആനുവലായിട്ട് വർഷം മാത്രം വളരുന്ന പ്ലാന്റും ഉണ്ട്, പെറണിയലായിട്ട് വർഷങ്ങളോളം വളരുന്ന പ്ലാന്റും ഉണ്ട്. അതിൽ തന്നെ ഷ്രബും ഉണ്ട്, സ്മോൾ ട്രീ ടൈപ്പും ഉണ്ട്. ഇതിന് ഏകദേശം ഒരു 5 മീറ്റർ വരെ ഉയരത്തിൽ ഈ പ്ലാന്റ്സ് വളരാറുണ്ട്. ഞാനിതൊരു പോട്ടഡ് പ്ലാന്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോട്ടഡ് പ്ലാന്റ്സിന് നമ്മൾ സമയാസമയങ്ങളിൽ വളവും വെള്ളവും പെസ്റ്റ് കൺട്രോളും ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് പ്രൂൺ ചെയ്ത് വളർത്തിയാൽ, നല്ല ഡയറക്റ്റ് ലൈറ്റിലൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല ചെടികളാണ് ഈ ഹിബിസ്കസിൻ്റെ എല്ലാ വെറൈറ്റീസും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇതിനെ വളർത്തി നോക്കാം. ഈ ചെടിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ക്വാളിറ്റീസ് എല്ലാം ഇതിനെ ഒരു ട്രഡീഷണൽ മെഡിസിനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സഹായകരമായ ഘടകങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഈ പ്ലാന്റിനെ നമുക്ക് ഗാർഡനിൽ വളർത്താൻ നല്ലൊരു പ്ലാന്റാണ്.